ശബ്ദ തിരിച്ചു വരാം. ഇപ്പോൾ സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. ഈ ഛത്തീസ്ഗഡിൽ ആക്രമണത്തിന് വിധേയരായ കന്യാസ്ത്രീയുടെ വീട്ടിലാണ്, അങ്കമാലിയിലെ വസതിയിലേക്കാണ് സുരേഷ് ഗോപി എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വിവാദമുണ്ടായ ഘട്ടത്തിലെല്ലാം മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. സോഷ്യൽ മീഡിയയിലും പോലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കും തൃശ്ശൂരിൽ നിന്നുള്ള MP എന്ന നിലയ്ക്കുമൊക്കെയുള്ള സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണത്തിനായി എല്ലാവരും കാത്തിരുന്നു. സുരേഷ് ഗോപി പ്രതികരിക്കാത്തതിനെതിരെ സഭാ നേതൃത്വത്തിൽ നിന്ന് തന്നെ ശക്തമായ വിമർശനമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നതുമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം കന്യാസ്ത്രീയുടെ വസതി സന്ദർശിക്കുന്നത്. കന്യാസ്ത്രീയുടെ ബന്ധുക്കളെ കണ്ട് വിവരങ്ങൾ ആരായുകയും പറയാനുള്ളത് പറയുകയുമാണ് സുരേഷ് ഗോപി. സൈഫുനിസ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ നമ്മളൊപ്പം. സൈഫുനിസ, ഇപ്പോൾ അങ്കമാലിയിലെ വസതിയിലാണ്, കന്യാസ്ത്രീയുടെ വസതിയിലാണ് സുരേഷ് ഗോപി എത്തിച്ചേർന്നിരിക്കുന്നത്. 2 കന്യാസ്ത്രീമാരുണ്ട്, 2 വസതിയിലും പോകുമ്പോൾ ഇപ്പോൾ ഇവിടെ ആരൊക്കെയാണ് സുരേഷ് ഗോപിയെ അനുഗമിക്കുന്നത്? ഹർഷൻ, 2 വസതിയിലും പോകുന്നില്ല. ഇവിടെ സിസ്റ്റർ പ്രീതി മേരിയുടെ അങ്കമാലിയിലെ വീട്ടിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. പ്രീത മേരിയുടെ വീട്ടിലാണ്. ഇവിടുന്ന് നേരെ കോതമംഗലത്തേക്കായിരിക്കും പോകുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് കന്യാസ്ത്രീയുടെ വസതിയിൽ പോകുന്നില്ല എന്നാണ് അറിയുന്നത്. അല്പസമയം മുൻപാണ് ഈ വീട്ടുകാർക്ക് പോലും സുരേഷ് ഗോപി ഇവിടേക്ക് വരുന്നു എന്നുള്ളൊരു അറിയിപ്പ് ലഭിച്ചത്. കോതമംഗലത്തേക്ക് പോകുന്നു എന്നായിരുന്നു നേരത്തെ ലഭിച്ച വിവരം. അങ്കമാലിയിലേക്ക് വരുന്നില്ല എന്നായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായാണ് പെട്ടെന്ന് ഈ വീട്ടുകാർക്കും ഒരു വിവരം ലഭിച്ചത്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളത്. ആദ്യമായാണ് സുരേഷ് ഗോപി സിസ്റ്ററുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഇപ്പോൾ സിസ്റ്ററുടെ അമ്മയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളൊക്കെ ഇവിടെ ഉണ്ട്, അവരോടുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് ഇറക്കും. കോതമംഗലത്തേക്കായിരിക്കും ഇവിടെ നിന്ന് പോവുക. നിലവിൽ ഈ തൃശ്ശൂരിൽ ഒരു രീതിയിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ ആരായും. ഇവിടെയും ഇറങ്ങുമ്പോൾ അപ്രതീക്ഷിതമായാണ് സുരേഷ് ഗോപി അങ്കമാലിയിലേക്ക് ഒരു യാത്ര തീരുമാനിച്ചത്. തൃശ്ശൂരിൽ നിന്ന് കോതമംഗലത്തേക്ക് പോകുന്ന വഴിയിലാണ് പെട്ടെന്ന് ഇവിടേക്ക് വരുന്നു എന്ന് കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്തത്. മറ്റ് പാർട്ടി നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ കൂടെ? ഒപ്പം കുടുംബാംഗങ്ങളിൽ ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ഇല്ല, മറ്റ് നേതാക്കൾ ആരും തന്നെ ഇവിടെ ഇല്ല. കുടുംബാംഗങ്ങളിൽ അച്ഛനും അമ്മയുമാണ് ഉള്ളത്, സഹോദരങ്ങളുമാണ് ഇവിടെ ഉള്ളത്. സുരേഷ് ഗോപിയുടെ കൂടെ മറ്റാരുമില്ല. ഇവിടെയുള്ള പ്രാദേശിക പ്രവർത്തകർക്ക് പോലും ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു അറിയിപ്പ് ലഭിച്ചത്, ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് വളരെ കുറച്ച് പേർ മാത്രമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരെന്ന് പറയാവുന്നത് 3-4 പേർ മാത്രമാണ് ഇവിടെ ഉള്ളത്. വലിയ രീതിയിലൊരു ആളുകളുടെ ഒരു കൂട്ടമൊന്നും ഇല്ല. ഈ സമീപത്തുള്ള അയൽപക്കക്കാരൊക്കെ ഉള്ളൂ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്രതീക്ഷിതമായി പോലീസ് പോലും ഇപ്പോഴാണ് ഈ ഭാഗത്തേക്ക് എത്തുന്നത്. ഇവർക്ക് പോലും ഏറ്റവും വൈകിയാണ് വിവരം ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലിപ്പോൾ സന്ദർശനം നടത്തി. വളരെ ചെറിയൊരു സന്ദർശനമാണ്, അധിക സമയം ഇവിടെ ചെലവഴിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ തന്നെ ഇറങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് കോതമംഗലത്തേക്കായിരിക്കും പോവുക. ജില്ലയിലെ BJP നേതാക്കൾക്ക് പോലും ഇങ്ങനെ ഒരു യാത്രയെക്കുറിച്ചോ ഇല്ലെങ്കിൽ സന്ദർശനത്തെക്കുറിച്ചോ രാവിലെ മുതൽ അജിത്തൊക്കെ അവിടെ തൃശ്ശൂർ വന്ന് ഇറങ്ങിയ ഘട്ടം മുതൽ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഛത്തീസ്ഗഡിലെ ആക്രമണത്തിലെങ്കിലും പ്രതികരിക്കുമോ എന്ന്. അതിനും പ്രതികരണത്തിന് സുരേഷ് ഗോപി ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇവിടുന്നെങ്കിലും ഇറങ്ങുമ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീ പ്രീതി മേരിയുടെ വീട്ടിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു പ്രതികരണം, ഇവരുടെ കുടുംബത്തിനെ കണ്ട ശേഷം ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അവിടെ വെച്ച് തൃശ്ശൂർ വെച്ച് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും അതിലും പ്രതികരണം ഉണ്ടായിരുന്നില്ല. ഈ BJP നേതാക്കളൊക്കെ എല്ലാ കാര്യങ്ങളിലും മൗനം പാലിക്കുകയാണ്. നേരത്തെ നമ്മൾ ജോർജ് കുര്യനോടും പല വിഷയങ്ങളിൽ പ്രതികരണം ചോദിച്ചപ്പോഴും ഈ ആലുവ പാലസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹവും പ്രതികരണത്തിന് തയ്യാറായിരുന്നില്ല. ഇവിടെ സുരേഷ് ഗോപി ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ, ഛത്തീസ്ഗഡിലെ അറസ്റ്റിലായ കന്യാസ്ത്രീയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴെങ്കിലും ആ വിഷയത്തിൽ സംസാരിക്കുമോ എന്നുള്ളത് നമുക്ക് ശ്രമിക്കുകയാണ്. അദ്ദേഹം ഇറങ്ങുമ്പോൾ നമ്മൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കും. ഇന്നലെ CPM നേതാവ് വൃന്ദാക്കാരായിട്ട് അടക്കമുള്ളവർ ഇവിടെ എത്തി കന്യാസ്ത്രീകളുടെ ബന്ധുക്കളെ കണ്ടിരുന്നു, അവരുമായി സംസാരിച്ചിരുന്നു. ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് നിയമ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും വേണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പിന്തുണ അറിയിച്ചിട്ടുണ്ടോ സുരേഷ് ഗോപി എന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വേണമെന്ന് നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഒപ്പം നിൽക്കും എന്നൊരു സൂചന നൽകുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവിടെ ഒരു സന്ദർശനം നടത്തിയിരിക്കുന്നത്
എന്ന് വേണം മനസ്സിലാക്കുവാനായി. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കന്യാസ്ത്രീയുടെ അമ്മയെയും ഒപ്പം തന്നെ അച്ഛനെയും ഇപ്പോൾ സുരേഷ് ഗോപി സന്ദർശിക്കുകയും ചെയ്യുന്നത്. അങ്കമാലിയിലെ വസതിയിലെത്തിയാണ് ഇപ്പോൾ ഈ സന്ദർശനം. വളരെ അപ്രതീക്ഷിതമായി, കാരണം സുരേഷ് ഗോപി ഇങ്ങോട്ടേക്ക് വരുന്നുവെന്ന് നേരത്തെ അറിയിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം ഇങ്ങനെ വിവാദങ്ങളൊക്കെ എത്തി നിൽക്കെ ഈ സന്ദർശനത്തിനും ഏറെ പ്രത്യേകതകളുണ്ട്. ഇതിന് ശേഷം പോകുന്നത് കോട്ടയത്ത് ആത്മഹത്യ ചെയ്ത സോനയുടെ വീട്ടിലേക്കാണ്. അവിടെയും സുരേഷ് ഗോപി സന്ദർശനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. പക്ഷേ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീയുടെ വീട്ടിലേക്കുള്ള സന്ദർശനം ഈ യാത്രാവേളയിലാണ് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കുടുംബം ഇപ്പോൾ എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ പിന്തുണയും ആവശ്യപ്പെടുകയാണ്. കാരണം ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ വേട്ട തുടരുകയാണ്. അവിടെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുകയാണ്. ഹിന്ദുത്വ തീവ്രവാദികളുടെ അടക്കം വലിയ ആക്രമണം ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിന്തുണ വേണം. അവിടെ ക്രൈസ്തവ സമൂഹത്തിന് അവിടെ പ്രവർത്തിക്കാനായി കന്യാസ്ത്രീകൾക്കടക്കമുള്ളവർക്ക്, വൈദികർക്കടക്കമുള്ളവർക്ക് ഒരു സംരക്ഷണം വേണം എന്ന ആവശ്യം ഈ കുടുംബം പങ്കുവെക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അവർ വലിയൊരു ആശങ്കയിലായിരുന്നു. അവിടെ ഈ കന്യാസ്ത്രീ അറസ്റ്റിലായത് മുതൽ വലിയൊരു വേദനയിലുമായിരുന്നു എന്താകും ആ ഭാവി എന്നുള്ളത്. എന്തായാലും ജാമ്യം കിട്ടി ഉടനെ നാട്ടിലേക്ക് വരുമെന്നൊക്കെ അറിയുമ്പോൾ പോലും ആ ഒരു ആശ്വാസത്തിലാണ്. എന്തായാലും കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം ആ രീതിയിലൊരു പ്രതീക്ഷ കൂടി നൽകുന്നതാണ് ഈ കുടുംബത്തിന്. ആ കുടുംബം അവരുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ്. ഒപ്പം തന്നെ മകളുടെ ഒരു സുരക്ഷയും കേന്ദ്ര സർക്കാരിന്റെ ഒരു പരിഗണനയിൽ വേണം എന്ന ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുകയാണ്. ഇതിനുശേഷം ഒഡീഷയിലും കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിലും സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം വന്നിട്ടില്ല. പറ്റുമെങ്കിൽ ഇറങ്ങുമ്പോൾ ആ കാര്യം കൂടി ചോദിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും ഹർഷൻ, തീർച്ചയായും നമ്മൾ ആ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ചോദിക്കുന്നതായിരിക്കും. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ പാടില്ല. കാരണം മാധ്യമങ്ങളോട് രാവിലെ ക്ഷുഭിതനായാണ് അദ്ദേഹം സംസാരിച്ചത്. മാധ്യമങ്ങൾ ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തുടരെ വാർത്തകൾ നൽകിയതിന് വളരെ രീതിയിൽ ഒരു ക്ഷുഭിതനായാണ് അദ്ദേഹം രാവിലെ സംസാരിച്ചത്. അത്രയും ചെയ്തതിന് നന്ദി എന്നൊക്കെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിൻ്റെ ഇവിടെ മാധ്യമപ്രവർത്തകർ എല്ലാവരും നിൽക്കുന്നുണ്ട് പ്രതികരണം ആരായാൻ വേണ്ടി. ഈ ഛത്തീസ്ഗഡ് വിഷയത്തിലോ അല്ലെങ്കിൽ ഒഡീഷ വിഷയത്തിലെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹർഷൻ, സുരേഷ് ഗോപി ഇപ്പോൾ കന്യാസ്ത്രീ പ്രീത മേരിയുടെ വീട് സന്ദർശിക്കുകയാണ്. അങ്കമാലിയിലെ വീട്ടിലാണ് സുരേഷ് ഗോപി അപ്രതീക്ഷിതമായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനിടെ